വാങ്ങണം. ഇത് എന്റെ ഒരു സന്തോഷത്തിന്. സസ്പെൻഷൻ കിട്ടിയില്ലേ, അതിന് ഞാൻ തരുന്ന സമ്മാനം. സസ്പെൻഷൻ വാങ്ങി തന്നു കരുതി നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഇറങ്ങിയ പോലെ തന്നെ ഞാൻ തിരിച്ചും സർവീസിൽ വരും. അന്ന് ഇതിനൊക്കെ നിനക്ക് പലിശ സഹിതം ഞാൻ തിരിച്ചു തന്നിരിക്കും. നീ തിരിച്ചു തരുമ്പോ കയ്യും നീട്ടി വാങ്ങലല്ലേ എന്റെ ജോലി. ആ കാലൊക്കെ കഴിഞ്ഞു പോയി. ഇനി തോന്നിവാസം കാണിച്ച പലിശ സഹിതം തിരിച്ചു തരാൻ പോകുന്നത് ഞാനായിരിക്കും. എന്തിനാ പിന്നത്തേക്ക് വെക്കുന്നത്? കണക്കൊക്കെ ഇപ്പൊ തന്നെ തീർക്കാം. ഇതൊരു പബ്ലിക് സ്പേസാ. ഇവിടെ വെച്ച് തന്നെ വേണോ? നാണക്കേട് എനിക്കല്ല, നിനക്കാ. ആ നാണക്കേട് ഞാൻ അങ്ങ് സഹിക്കും. അപ്പോഴോ? എങ്കിൽ ഞാനും റെഡി. നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. നിനക്ക് പോലീസ് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ സത്യം എന്റെ കൂടെയാ. ന്യായോ അതിന്റെ ബലത്തിലായത്. നീ പിടുത്തൊന്ന് വിടിയിക്കാൻ ശ്രമിച്ചു നോക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ഞാനും തമ്മിലുള്ള വ്യത്യാസം. പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ട് മേലാൽ എന്നോട് കളിക്കാൻ വരരുത്. ഇതുപോലുള്ള സാഹസങ്ങൾ കാണിക്കാനും വന്നോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാണം കെടും. തിരിച്ച് സർവീസിലൊക്കെ കയറാനുള്ളതല്ലേ. കള്ളന്മാരെ ഇടിക്കാൻ പിന്നൊരു ആത്മവിശ്വാസം കിട്ടത്തില്ല. എന്നാ വരട്ടെ. നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഇരിക്കട്ടെ. സസ്പെൻഷൻ കിട്ടുമ്പോ ബൊക്കെ കിട്ടുന്ന ആദ്യത്തെ പോലീസ് ഓഫീസർ എന്ന സ്ഥാനം നിനക്കായിരിക്കും. ജോത്സ്യം വരാന്ന് പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ പാർവതി. വരുമെന്ന് ഉറപ്പ് പറഞ്ഞല്ലേ അമ്മേ? ഇനി പ്രശ്നം വെക്കാൻ വല്ല തടസ്സവും ഉണ്ടാവോ ആവോ? നാക്ക് വിളച്ച് അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇനി പ്രശ്നം വെക്കലിലൊക്കെ പലതും സംഭവിക്കും. ആരോടും വരെ തടയും. അങ്ങനെ എത്ര സംഭവങ്ങൾ എനിക്കറിയാം. ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അമ്മേ. ഇല്ലെങ്കിൽ നമുക്ക് കൊള്ളാം. മുത്തശ്ശി, അമ്മേ. എന്താ ശരത്തുമോനെ? വീണ്ടും പ്രശ്നമാണല്ലോ മുത്തശ്ശി. ഇവിടെ പ്രശ്നം വെക്കാൻ ജോത്സ്യം വരാൻ നിൽക്കുക. അപ്പൊ വീണ്ടും പ്രശ്നോ? നമ്മുടെ റൂബിയില്ലേ, അവരെ വഴി തടഞ്ഞു. ആരായിരിക്കും? ഇവിടെ ഉണ്ടല്ലോ ഒരാള്. അവര് തന്നെ ദേവികേട്ടത്തി. എന്റെ ദൈവമേ, അവൾ എന്തിനാ അങ്ങനെ ചെയ്തത്? ആർക്കറിയാൻ. സസ്പെൻഷനിലൊക്കെ, എന്നാലും പോലീസാ. നാളെ സസ്പെൻഷൻ മാറി തിരിച്ചു കയറിയ അവർ ഈ ദേഷ്യമൊക്കെ തീർക്കില്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചതാ അവൾ എന്തോ കുഴപ്പത്തിനാ പോകുന്നേന്ന്. തടയാൻ നോക്കിയപ്പോ മനോഹരൻ ഇടപെട്ടു. ഇനി അനുഭവിക്കല്ലാരും. അല്ല, അവരെ തടഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? കൂടുതലൊന്നും അറിഞ്ഞില്ല. അല്ലമ്മേ, ആരാന്ന് അവരുടെ വിചാരം?
അവര് വിചാരിച്ച ഈ നാട് നന്നാക്കാൻ പറ്റൂ? എന്തിന് ആ റൂബിയെ നന്നാക്കാൻ പറ്റൂ? തിരിച്ചടി കിട്ടുമ്പോ എല്ലാരോടും സഹിക്കേണ്ടി വരും. യോ, ഇപ്പൊ എങ്ങനെയുണ്ട് പാർവതി? നമ്മുടെ മനസമാധാനം പോയത് കണ്ടോ? പ്രശ്നം എടുക്കുമ്പോഴേ സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റണം. അതിനി പറ്റുമോ? ഓ, ഈ വീട് നശിച്ചു പാർവതി. ഇനി ഈ വീടിനെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല. അവൾ ഇങ്ങോട്ട് വരട്ടെ. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അമ്മ വഴക്കിനൊന്നും പോകണ്ട. ദേവിയേട്ടത്തി രണ്ടും കൽപ്പിച്ച് നടക്കുക. ബുദ്ധിപൂർവ്വം വേണം നമുക്കിത് കൈകാര്യം ചെയ്യാൻ. ആ, ഞാൻ വേണ്ടത് ചെയ്തോളാം. ഞാനിപ്പോ വരാം. എന്താണ് ജമാല്? ആ ശരവണനെ, ഇരുട്ടിനെയും പരുന്തിനെയും കാണാൻ വന്നിരുന്നു. എന്തിന്? കൂടുതലായിട്ട് എനിക്കൊന്നും അറിഞ്ഞൂടാ. പിന്നെ നിരഞ്ജൻ ഡോക്ടറെ കുറിച്ച് അവൻ ചോദിക്കുന്ന കേട്ടു. അവനിപ്പോ എന്തിനാ നിരഞ്ജനെ കുറിച്ച് അന്വേഷിക്കുന്നത്? അതൊന്നും എനിക്കറിഞ്ഞൂടാ. നീ ഒരു കാര്യം ചെയ്യ്, നീ അവനെ ഒന്ന് ഫോളോ ചെയ്യും. അവൻ എവിടെയൊക്കെ പോകുന്നു, ആരെയൊക്കെ കാണുന്നു, എല്ലാം നമുക്കറിയണം. ശരി സാർ. അറിയാമല്ലോ, ഒരു തലവേദനയാണ്. അവൻ വിചാരിച്ചാലേ പലതും ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരം അവന് കൊടുക്കരുത്. സാറേ, ചെയ്യാവുന്ന നിനക്ക് എനിക്ക് പരിമിതിയുണ്ട്. നീ ഇപ്പം ഞാൻ പറഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. ഞാനങ്ങോട്ട് വരാം. എന്ത് വേണമെന്ന് അപ്പം തീരുമാനിക്കാം. ശരി സാർ. ശരി.